അവരുടെ വീടിന്റെ വഴിയിലല്ല ഞാൻ ആക്ച്വലി പാർക്ക് ചെയ്തത്. ആ വീടിന്റെ സൈഡിലുള്ള റോഡിലാണ് ഞാൻ പാർക്ക് ചെയ്തത്. അതും അവരുടെ വീടൊന്നും നമ്മൾ കണ്ടിട്ട് അങ്ങനെ കൊണ്ട് നിർത്തണം എന്നുള്ളൊരു ഇതിലല്ല പാർക്ക് ചെയ്തത്. നമ്മൾ ആ ഒരു അക്യുഡേറ്റിൽ നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അവിടെ നമ്മൾ സാധാരണ ഞാൻ അവിടെ താമസിച്ചാണ്, ഒരു 4-5 വർഷത്തോളം ഞാൻ അവിടെ താമസിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ, അതായത് എൻ്റെ മോനെയും കൂട്ടിയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. തിരിച്ചു വരുന്ന വഴി മോനെ, എൻ്റെ പപ്പ ഓട്ടോ ഡ്രൈവറാണ്, അവരവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മയും പപ്പയും മോനെ തിരിച്ച് കൊണ്ടുവരികയും ഞങ്ങൾ രണ്ടുപേരുമാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു വഴി വന്നെന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ വന്നു. ആ അക്യുഡേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞു നമുക്കിത് എൻഡ് കൊണ്ട് വണ്ടി ഒതുക്കിയിടാം. കാരണം നടുക്ക് വണ്ടി നിർത്തിയിടുകയാണെന്ന്, ഒന്നാം നടുക്ക് പാലത്തിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും വണ്ടി എതിരെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റി കൊടുക്കാൻ അപ്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ എൻഡിൽ കൊണ്ട് ഒതുക്കിയിടാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആ എൻഡിൽ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ വണ്ടി ഒതുക്കി നിർത്തിയത്. അതെ. ഞാൻ എൻ്റെ ഭാര്യയുടെ തോളിൽ തലവെച്ച് കിടന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ആ കുട്ടി സൈഡിൽ കൂടെ പോയി, ഞങ്ങളിത് കണ്ടു. അകത്ത് പോയി കുട്ടി ഞങ്ങളെ കുറേ നേരം ബാഗ് വെച്ചിട്ട് ഒന്ന് തുറച്ച് നോക്കി. പിന്നെ ഫോൺ എടുത്തു, ഒരാളെ വിളിച്ചു വരുത്തി, നമ്പർ നോട്ട് ചെയ്തു. അപ്പോൾ വന്ന് ആദ്യമേ ആളെ വിളിച്ചു വരുത്തി ഉറപ്പ് വന്നതിന് ശേഷം പുള്ളിക്കാർ നമ്മുടെ ഡോറിൽ തട്ടിയിട്ട്, വിൻഡോയിൽ തട്ടിയിട്ട് ചോദിച്ച ചോദ്യം, കഥ കടച്ചിട്ടിരുന്നു ഇവിടെ എന്താ പരിപാടി, അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ഈ പരിപാടി ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താ സംഭവം, നിങ്ങൾ എന്താ കണ്ടതെന്ന് ചോദിച്ചു. ഈ ഗ്യാപ്പിൽ ഈ വിളിച്ചു വരുത്തിയ ആൾ വന്നു. ഇയാൾ നമ്മുടെ സൗകര്യം ഇല്ലാതെ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് ഒരു പബ്ലിക്കായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ് വീഡിയോ എടുത്തത്. നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് വീഡിയോ എടുത്തു. അതായത് എൻ്റെ കാറിലേക്ക് വീഡിയോ എടുക്കുകയും എൻ്റെ കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്തപ്പോഴാണ് ഞാൻ ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആ കുട്ടി ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണ് അവിടെ മാഡം പറഞ്ഞതുപോലെ കണ്ടത് എന്ന് പുള്ളിക്കാരി പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, എൻ്റെ ഭാര്യയാണ്, ഞങ്ങൾക്ക് വേറെ പ്രൈവറ്റ് സ്പേസ് ഉണ്ട് അതിനുള്ള. അപ്പോൾ അത് അവരുടെ ഇതല്ല. അപ്പം ഒരാൾ അന്യൻ്റെ സ്വകാര്യതയിൽ വന്ന് കയറി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ളൊരു അവകാശം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആ കുട്ടിക്ക് ഒരു സൈബർ ബുള്ളിങ് ഉണ്ടാവണം, അല്ലെങ്കിൽ ആ കുട്ടിയെ പേഴ്സണലി ഹറാസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി അല്ല ഒന്നാമത് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ്, ഈ ഇൻസിഡന്റ് ഉണ്ടായ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വിളിച്ചു വരുത്തിയ ആൾ നമ്മളെ വീഡിയോ എടുക്കുകയും ഈ കുട്ടി ജനലിൽ കൂടെ എന്തോ കണ്ടെന്ന് ആ വീഡിയോയിൽ നമ്മുടെ അടുത്ത് പറയുകയും അങ്ങനെയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആലോചിച്ചിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ ഇവര് ഞങ്ങളുടെ വീടിന്റെ വെളിയിൽ ഒരു കാർ ഇതേപോലെ കിടക്കുന്നു, ദുരൂഹ സാഹചര്യത്തിൽ ഒരു കാർ കിടക്കുന്നു, ഇവിടെ ഇന്ന മോശം ആക്ടിവിറ്റി നടക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എല്ലാം തിരിയും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ള രീതിയിൽ വീഡിയോ ചെയ്തതും എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളൊരു നമുക്ക് സമൂഹത്തിൽ എങ്ങനെ ഒരു മാതൃക എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തത്. അതൊരിക്കലും ആ കുട്ടിയെ പേഴ്സണലി ഹറാസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുട്ടിക്ക് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കണമെന്നോ അങ്ങനെ ഒരു ഇന്റൻഷനോടെ അല്ല നമ്മളത് ചെയ്തത്.